ഞങ്ങൾ ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിട്ടോ. എന്താ അപ്പോൾ സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് കിട്ടി. അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അങ്ങാണ്ട് വെറുതെ പോയതാണ്. പോകാൻ വേണ്ടിയിട്ട് ആസാദിയാണ് സിനിമ. ആസാദി, ശ്രീനാഥ് ബാസിയുടെ ആസാദി. ഇത് റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ റിവ്യൂ ഇല്ല. ഇതിനെ പറ്റിയിട്ട് അങ്ങനെ കാര്യമായ റിവ്യൂകളില്ല. 1-2 ആൾക്കാരേ ഉള്ളൂ റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തിയേറ്റർ റിവ്യൂ ഒന്ന് നോക്കി. തിയേറ്റർ റിവ്യൂ നോക്കുമ്പോൾ നല്ല അടിപൊളി, എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറയുന്നത് പടത്തിനെ പറ്റിയിട്ട്. നല്ല അഭിപ്രായം. അപ്പോൾ ഓക്കെ, എന്തായാലും ഫ്രീ ആണ്, ഒന്ന് പോവാം എന്ന് കരുതിയിട്ട് പോയി. 2 സിനിമയ്ക്ക് പോയി. നല്ല നരിവേട്ട, ഓക്കെ, അടിപൊളി പടം, കുഴപ്പമില്ല, നല്ല സിനിമയാണ്. കണ്ടിരിക്കാൻ നല്ല ഒരു പ്രത്യേക ടൈപ്പ് പടം. പിന്നെ ആസാദി, അടിപൊളി ഒരു പടം, നല്ല സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രീനാഥ് ബാസി, ലാല് കലക്കിയിട്ടുണ്ട്. ലാലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ജയിലിൽ ചാടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവർ ജയിലിൽ ചാടിയിട്ട് ഒരു അമ്മേനെയും കുട്ടീനെയും രക്ഷിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. സിമ്പിൾ പരിപാടിയല്ല. പിന്നെ ഇത് ഒരാളങ്ങനെ അമ്മേനെയും കുട്ടീനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ പരിപാടിയാണ് നടക്കുന്നത്. പിന്നെ പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ ബോറായിട്ടോ ഒന്നും കാര്യങ്ങളും തോന്നില്ല. ഞാനും ഭാര്യയും കൂടി പോയത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആളുകളില്ല പടം കാണാൻ, ആളുകൾ വളരെ കുറവ്. ഇതിനെക്കുറിച്ചിട്ടൊന്നും ആരും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഈ അടുത്തതിൽ കണ്ടത് തുടരും നല്ല സിനിമയാണ്. പിന്നെ അതിലിപ്പോൾ അടുത്ത് കണ്ട സിനിമകളിലേക്കായൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പിന്നെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, അതേപോലെ സപ്തമശ്രീ തസ്കര, ഇത് 2 പടമല്ലേ. ഇതുപോലത്തെ ഈ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്, നല്ല വൃത്തിക്കായിട്ട് ചെയ്തിട്ടുണ്ട് ലാല്, ശ്രീനാഥ് ബാസി. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്, നമുക്ക് പേരൊന്നും അറിയില്ല, ഡയറക്ടറുടെ പേരറിയില്ല, ഒന്നും അറിയില്ല, നമ്മൾ റിവ്യൂ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ റിവ്യൂ നോക്കി നോക്കുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല റിവ്യൂവർമാരുണ്ടല്ലോ. പക്ഷേ അതിൽ ഒരാൾ പറഞ്ഞിട്ട്, പക്ഷേ അയാൾ നെഗറ്റീവാണ് പറഞ്ഞിട്ടുള്ളത്. അത് എനിക്ക് അത്ര പറ്റിയില്ല. എന്തായാലും നല്ല സിനിമയാണ്. ആ റിവ്യൂവിൽ തന്നെ ഒരുപാട് നല്ല സിനിമയാണ്, ഇയാൾ എന്താണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് ആണുള്ളത്. പിന്നെ വേറൊരാളുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ തിയേറ്റർ റിവ്യൂവിൽ നല്ല നല്ല അഭിപ്രായമുണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊന്നും ഇതിനെക്കുറിച്ചിട്ട് പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചിട്ടോ. കാരണം നല്ലൊരു സിനിമയല്ലേ, എന്താ ഇതിനെ വെറുതെ ഇപ്പം നേരെ കുറച്ചൊരു മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിങ്ങനെ കളിയാക്കി ചിലപ്പോൾ കളിയാക്കുകൊണ്ടായിരിക്കും നല്ല വ്യൂസ് കിട്ടുന്നുണ്ടാവുക. എന്താണെങ്കിലും നമുക്ക് പോയി കാണാൻ പറ്റിയ നല്ല അടിപൊളി പടമാണ്. എല്ലാവരും പോയി കാണണം ശരിക്കും. പിന്നെ മിസ്സാക്കിയിട്ട് പിന്നെ നമ്മളത് OTT വരുമ്പോൾ ഇവ അടിപൊളി പടം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ലാഗാണ്. വാണിശ്വനാഥ് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ലാല് അടിപൊളി, നല്ല മാസീനൊക്കെ ഉണ്ട്, അടിപൊളി. കുറച്ച് ചെറിയൊരു മാസീനുണ്ട്, അവസാനം നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ ശ്രീനാഥ് ബാസി ഒരു പാവമായിട്ട് അങ്ങനെ അവസാനം കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ 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 ബാക്കിയുള്ളവർ കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഇവരൊരു സംഭവം പ്ലാൻ ചെയ്തിട്ട് സെറ്റാക്കുകയാണ്. അത് നന്നായിട്ടുണ്ട് ചെയ്തത്. എന്താണ് ഏതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് ആരാണ് എന്താണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതൊക്കെ ചെറിയ സസ്പെൻസാണ്. അവസാനം ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഈ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്നുള്ള സിനിമ അല്ലേ, അതും സപ്തമശ്രീ തസ്കര, ഇത് 2 കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ ഇത് കണ്ടിട്ടൊരു കോമഡി പടം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പടം, ഞാൻ ആദ്യം ഇത് ബിടെക്കിൻ്റെ സെക്കൻഡ് പാർട്ടാന്ന് വിചാരിച്ചത്, ആസാദി എന്നാണ്. പക്ഷെ അതല്ല. പിന്നെ എന്താ അപ്പോൾ ഞാൻ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അത്ര ഓർമ്മയില്ല എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ എന്തായാലും ഇത് പോയി കണ്ടു കഴിഞ്ഞാൽ നഷ്ടം വരില്ല, നല്ല സിനിമയാണ്. എല്ലാവരും പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നെ കുറ്റം പറയരുത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാൻ കണ്ടിട്ട് അങ്ങനെ മോശം അഭിപ്രായം കുറവാണ് പടത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ വിജയിപ്പിച്ച് കൊടുക്കുക, നല്ല സിനിമയല്ലേ, നമുക്ക് പറ്റുകയാണെങ്കിൽ പോയി കാണാം. എത്രയോ മോശം പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വെറുതെ ഇതായി എമ്പുരാനെന്നൊക്കെ കണ്ടിട്ട് വലിയ കാര്യമായിട്ട് പറ്റില്ല. കുഴപ്പമില്ല എന്നുള്ളൂ, വെറുതെ കണ്ടിരിക്കാന്നുള്ള ലെവലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിലേക്കായൊക്കെ നല്ല സിനിമയാണ് തോന്നി, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
കൂടുതൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. എന്നാലും പിന്നെ നല്ല സിനിമയിൽ പോയി കാണും.